ഹലോ, ഇന്നത്തെ ക്ലാസ് തുടങ്ങാം നമുക്ക്. ഓക്കെ, ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ കൊമേഴ്സ്, ട്രേഡ് ഒക്കെയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അഗ്രികൾച്ചറൊക്കെയാണ് പഠിച്ചിരുന്നത് അല്ലേ, കൃഷിയുടെ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ ഈ ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് മെയിനായിട്ടും ഇവരുടെ കച്ചവടമാണ്. ഓക്കെ, കൊമേഴ്സ്, ട്രേഡ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ട് അതിനകത്ത് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ കുറേ അവരുടെ ട്രേഡ് റൂട്ടുകളൊക്കെയാണ് പഠിക്കാനുള്ളത്. ഓക്കെ, ഏതൊക്കെ വഴി കടൽ മാർഗവും കരമാർഗവും ആയിട്ട് ഇസ്ലാമിക് എംപയറിൽ നടന്നിരുന്ന ട്രേഡാണ്. ട്രേഡ് സെന്റേഴ്സിനെ കുറിച്ചും അതുപോലെ ട്രേഡ് റൂട്ട്സിനെ കുറിച്ചും അറിയേണ്ടത്. ഒന്ന്, ഇവരുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത്, അതായത് അറബ് എംപയറിന്റെ അല്ലെങ്കിൽ ഇസ്ലാമിക് എംപയറിന്റെ ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത് തന്നെ ട്രേഡിന് വളരെയധികം ഫേവറബിൾ ആയിരുന്നു. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു എംപയർ ലൊക്കേറ്റ് ചെയ്തിരുന്നതെന്ന് പറയുന്നത് മെയിനായിട്ടും ഇന്ത്യൻ ഓഷന്റെ ഇടയിലും അതുപോലെ മെഡിറ്ററേനിയൻ ഓഷൻ ഇടയിലുമായിട്ടാണ്. ഓക്കെ, അപ്പോൾ അതിന്റെ ഗുണം എന്താണ്? രണ്ട് ഓഷൻ വഴിയും എന്ത് ചെയ്യാം, അവർക്ക് ട്രാവൽ ചെയ്യാം അല്ലെ, ട്രാൻസ്പോർട്ടേഷൻ കിട്ടി, ട്രേഡ് റൂട്ട് രണ്ട് വശത്തു നിന്നും കിട്ടി. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ ഓഷൻ, മെഡിറ്ററേനിയൻ സീ അല്ലെ, ഇതിന്റെ രണ്ടിന്റെയും അടുത്തായിട്ടുള്ള ഒരു ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ എന്ന് പറയുന്നത് വളരെയധികം ട്രേഡിനെ സ്വാധീനിച്ചു എന്നുള്ളതാണ് ഫസ്റ്റ് ഫാക്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ കൂടുതലായിട്ടും ഈ പറഞ്ഞതുപോലെ ചൈനയുമായിട്ടും ഇന്ത്യയുമായിട്ടും യൂറോപ്പുമായിട്ടും ഒക്കെ നല്ല ട്രേഡ് റിലേഷൻ കീപ്പ് ചെയ്യാൻ അവർക്ക് പറ്റിയിരുന്നു. ഓക്കെ, അപ്പോൾ അത് മറന്നുകൊണ്ടാ ഒന്നാമത്തെ കേസ് പറഞ്ഞതാണ്. ഓക്കെ, എന്താണ് ഈ പറഞ്ഞതുപോലെ അവർക്ക് ഒരു ട്രേഡ് റിലേഷൻ അല്ലെ കീപ്പപ്പ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത് രണ്ട് രീതിയിലായിരുന്നു. ഒന്നെന്ന് പറയുന്നത് എങ്ങനെയാണ്? വൺ ഈസ് ത്രൂ ഇന്ത്യൻ ഓഷൻ, സെക്കൻഡ് വാസ് ത്രൂ മെഡിറ്ററേനിയൻ സീ അല്ലെ. രണ്ടിലൂടെയും ഉള്ള ട്രേഡ് റൂട്ടുകൾ അവൈലബിൾ ആയി. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന അറബ് എംപയർ അല്ലെ, അറബ്സ് എന്ന് പറയുന്നത് ഏറ്റവും അധികം ട്രേഡ് കീപ്പ് ചെയ്യുന്ന പ്ലേസസിൽ ഒന്നാണ് ഇന്ത്യ, രണ്ട് യൂറോപ്പ്, മൂന്ന് ചൈന. ഓക്കെ, ഇനി ഇതല്ലാതെ ഇവർ യൂട്ടിലൈസ് ചെയ്തിരുന്ന രണ്ട് സീ റൂട്ടുകളുണ്ട്. ഓക്കെ, ഒന്ന് റെഡ് സീ ആണ്, രണ്ട് പേർഷ്യൻ ഗൾഫ്. അപ്പോൾ രണ്ട് ട്രേഡ് റൂട്ടുകളാണ് പറഞ്ഞത്. അവരുടെ വീണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിലനിൽക്കുന്ന രണ്ട് ട്രേഡ് റൂട്ട്സ് ഏതൊക്കെയാണ്? റെഡ് സീയും പേർഷ്യൻ ഗൾഫും. ഓക്കെ, അപ്പോൾ ഇതിൽ തന്നെ ഈ റെഡ് സീ എന്ന് പറയുന്നത് കൂടുതൽ ട്രേഡിൽ പ്രോമിനന്റ് ആയതെന്ന് പറയുന്ന കെയ്റോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു കെയ്റോ എന്ന് പറയുന്ന ഒരു സിറ്റിയെ കുറിച്ച് അല്ലെ, ഈജിപ്റ്റ്. അപ്പം കെയ്റോ എന്ന് പറയുന്ന സിറ്റി ഡെവലപ്പ് ചെയ്തതിൽ വന്നതിന് ശേഷമാണ് റെഡ് സീയിലൂടെയുള്ള ട്രേഡ് റൂട്ട് എന്ന് പറയുന്നത് അത്രയധികം വ്യാപിക്കുന്നത്. ഓക്കെ, അത് അടുത്തൊരു പോയിന്റാണ്. പിന്നെ വരുന്നതെന്ന് പറയുന്നത് കുറച്ച് ട്രേഡ് റൂട്ടുകളും ആൻഡ് ഏരിയാസുമാണ്. അതിൽ പിന്നെ അറിയേണ്ടത് മെയിനായിട്ടും സിൽക്ക് റൂട്ട് എന്ന് പറയുന്ന ഒരു റൂട്ടാണ്. ഓക്കെ, സിൽക്ക് റൂട്ട് അത് മുമ്പൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. സിൽക്ക് റൂട്ട് എന്ന് പറയുന്നത് അല്ലെ, സിൽക്ക് റൂട്ട് എന്ന പേര് എങ്ങനെ കിട്ടി എന്നുള്ളത് അറിയാം. അത് പാസ് ചെയ്ത് പോകുന്ന ചൈന, അതൊക്കെ അറിയാം അല്ലെ. കണക്ട് ചെയ്യുന്ന ഈസ്റ്റും വെസ്റ്റും നമ്മൾ കണക്ട് ചെയ്യുന്ന ഒരു ട്രേഡ് റൂട്ടാണ്. അപ്പം ബാഗ്ദാദിൽ നിന്നൊക്കെയുള്ള ട്രേഡേഴ്സ് കൂടുതൽ ചൈനയുമായിട്ടുള്ള ട്രേഡിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യുന്നതെന്ന് പറയുന്നത് സിൽക്ക് റൂട്ടാണ്. അപ്പോൾ അവിടെയും അടുത്തൊരു റൂട്ടാണ് അല്ലെ, സിൽക്ക് റൂട്ട്. സിൽക്ക് റൂട്ട് ആക്ച്വലി ഒരു ലാൻഡ് റൂട്ടാണ്. ലാൻഡ് വഴിയുള്ള ട്രാൻസാക്ഷൻസ് ആണ് അവർ അതുവഴി നടത്തിയിരുന്നത്. ഓക്കെ, ഇനി ഒന്ന് രണ്ട് പോർട്ടുകളുണ്ട്. ഓക്കെ, അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഏദൻ എന്ന് പറയുന്ന ഒരു പോർട്ട്. ഏദൻ എന്ന് പറയുന്ന പോർട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എനിക്ക് പറഞ്ഞ പോലെ റെഡ് സീ ആയാലും അല്ലെങ്കിൽ പേർഷ്യൻ ഗൾഫ് ആയാലും ഒക്കെ ട്രേഡുകളിൽ എക്സ്പോർട്ട് ഇമ്പോർട്ടും ഒക്കെ നടന്നിരുന്ന പോർട്ടാണ് ഏദൻ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ ഈ പറയുന്ന ഏദനിൽ നിന്ന് എക്സ്പോർട്ടോ ഇമ്പോർട്ടോ ആയിട്ട് സാധനങ്ങൾ വരികയും പിന്നീട് അതെന്ത് ചെയ്യും, ലാൻഡ് മാർഗം അല്ലെ, കരമാർഗം ബാക്കിയുള്ള ലോക്കൽ ഏരിയാസിലേക്ക് സാധനങ്ങൾ സപ്ലൈ ചെയ്യൊക്കെയാണ് പതിവ്. ഇനി ഈ യൂറോപ്യൻസുമായിട്ടുള്ള ട്രേഡ് കൂടുതലായിട്ട് കണ്ടക്ട് ചെയ്തുകൊണ്ടിരുന്ന ഗ്രൂപ്പ് എന്ന് പറയുന്നത് ജൂതന്മാരാണ്, ജൂയിഷ് ഗ്രൂപ്പാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ ഇന്ത്യയും ചൈനയും യൂറോപ്പും ആയിട്ടൊക്കെയാണ് ട്രേഡ് കൂടുതൽ ഉണ്ടായിരുന്നത്. അപ്പം അറബ് ലാൻഡിൽ തന്നെ ഉണ്ടായിരുന്ന ജൂതന്മാർ, ജൂയിഷ് പീപ്പിൾ, അവരായിരുന്നു യൂറോപ്പുമായിട്ടുള്ള ട്രേഡ് കൂടുതലായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരുന്നതും കൺട്രോൾ ചെയ്തിരുന്നതും എല്ലാം. ഓക്കെ, ഇനി അടുത്തൊരു ഏരിയ ആണ് സമർഖണ്ഡ് എന്ന് പറയുന്ന ഏരിയ. സമർഖണ്ഡിന്റെ പ്രത്യേകത റഷ്യയുമായിട്ടും സ്കാൻഡിനേവിയയുമായിട്ടും ഒക്കെ കൂടുതൽ ട്രേഡ് റിലേഷൻ കണ്ടക്ട് ചെയ്തിരുന്നത് സമർഖണ്ഡ് എന്ന് പറയുന്ന ഏരിയ അല്ലെങ്കിൽ ആ റൂട്ട് വഴിയാണ്. ഓക്കെ, അപ്പോൾ കുറേ റൂട്ടുകളാണ് പറഞ്ഞത്. കൺഫ്യൂസ്ഡ് ഒന്നും ആവാനില്ല. ആദ്യം നമ്മൾ ചിന്തിക്കേണ്ട എന്താണ്, അവിടുത്തെ ജിയോഗ്രഫി ആലോചിച്ചാൽ മതി. അതിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ആ ലൊക്കേഷൻ തന്നെ രണ്ട് സ്ഥലങ്ങൾ, രണ്ട് സീ റൂട്ടിൽ അവർക്ക് ആക്സസ് കിട്ടി അല്ലെ. ഒന്ന് ഇന്ത്യൻ ഓഷനും മറ്റൊന്ന് ഏതാ, ഇപ്പുറത്താണെങ്കിൽ മെഡിറ്ററേനിയൻ ആണ് അല്ലെ. അപ്പോൾ അവിടെ തന്നെ വലിയൊരു ട്രേഡ് റൂട്ടിന്റെ പോസിബിലിറ്റി എല്ലാം ഓപ്പൺ അപ്പ് ആയി. ഇതുവഴി അവർക്ക് എവിടെയൊക്കെ പോകാം, ഏതൊക്കെ ട്രേഡുകൾ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും,
ഇന്ത്യയായിട്ട് ട്രേഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും അല്ലെ. അതുപോലെ തന്നെ 2 ചൈനയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, യൂറോപ്പുമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും അല്ലെ. അപ്പം പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ഭാഗമായിട്ട് അതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് പറയാൻ പറ്റുന്നതാണ് ഈ പറയുന്ന 2 സ്ഥലങ്ങൾ, 2 ട്രേഡ് റൂട്ട് കൂടെ എടുത്ത് പറയണം അല്ലെ. ഒന്ന് പേർഷ്യൻ ഗൾഫും 2 റെഡ് സീയുടെ കാര്യം അല്ലെ. റെഡ് സീയിൽ ഉള്ള ആ ഒരു ട്രേഡ് എന്ന് പറയുന്നത് പ്രോമിനന്റ് ആയത് എപ്പോഴാണ്? കെയ്റോ എന്ന് പറയുന്ന സിറ്റി പ്രോമിനന്റ് ആയതിന്റെ കൂട്ടത്തിലാണ് റെഡ് സീ ട്രേഡ് പ്രോമിനന്റ് ആയത് അല്ലെ. ഇനി ചൈനയുമായിട്ടുള്ള ട്രേഡ് എന്ന് പറയുന്നത് നടത്തിയിരുന്ന ഏത് റൂട്ട് വഴിയാണ്? ചൈന ആകുമ്പോഴേ അപ്പോഴേ ഓർത്തോളണം, സിൽക്ക് റൂട്ട് ആണ് അല്ലെ. അപ്പൊ ബാഗ്ദാദിൽ നിന്നൊക്കെയുള്ള മെർച്ചൻസ് കൂടുതലും ചൈനയായിട്ട് കണക്ട് ചെയ്തിരുന്നതെന്ന് പറയുന്നത് സിൽക്ക് റൂട്ട് വഴിയാണ്. ഇനി യൂറോപ്യന്മാരുമായിട്ട് ഏറ്റവും അധികം ട്രേഡ് റിലേഷനിൽ ഏർപ്പെട്ടിരുന്ന ഗ്രൂപ്പ് ആരാ? അത് കൂടുതലായിട്ടും ജൂതന്മാരാണ് അല്ലെ, ജൂയിഷ് പീപ്പിൾ ആണ്. അപ്പൊ അവിടെ അത് പറയുക. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞാൽ സമർഖണ്ഡ് എന്ന് പറയുന്ന ഏരിയയുടെ ഇമ്പോർട്ടൻസ് ആണ് അറിയേണ്ടത് അല്ലെ. റഷ്യയുമായിട്ടും സ്കാൻഡിനേവിയ ആയിട്ടുള്ള ട്രേഡ് റിലേഷൻ നോക്കിയിരുന്നെന്ന് പറയുന്നത് സമർഖണ്ഡ് എന്ന് പറയുന്ന ഏരിയ ആയിട്ടാണ്. അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഏരിയ ആണ് അല്ലെ. പിന്നെ ഒരു പോർട്ടിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഏതൻ എന്ന് പറയുന്ന പോർട്ടാണ് അല്ലെ. ഇവർ ഇമ്പോർട്ടിനും എക്സ്പോർട്ടിനും ഒക്കെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതാണ് ഏതൻ എന്ന് പറയുന്ന ഒരു പോർട്ട്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു ഈ ട്രേഡ് റിലേഷൻ ഒക്കെ വളരെയധികം ഇംപ്രൂവ്ഡ് ആണ് അല്ലെ. കച്ചവടം അത് ഇൻലാൻഡും ഔട്ട്സൈഡും അല്ലെ, സ്വന്തം എംപയറിനകത്തുമുണ്ട്, അതോടൊപ്പം തന്നെ എന്ത് പുറത്തുമുണ്ട് അല്ലെ, ബാക്കിയുള്ള രാജ്യങ്ങളുമായിട്ടും കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോ കച്ചവട സാധ്യതകൾ കൂടുന്നതനുസരിച്ച് നമുക്ക് മീഡിയം ഓഫ് എക്സ്ചേഞ്ച് വേണം അല്ലെ. മീഡിയം ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? പൈസ, വേറൊന്നുമല്ല അല്ലെ. നമ്മൾ സാധനങ്ങൾ അങ്ങോട്ട് കൊടുക്കുമ്പോൾ നമ്മൾ തിരിച്ച്, അല്ലെങ്കിൽ ഇങ്ങോട്ടൊരു സാധനം വാങ്ങുമ്പോൾ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന പൈസയാണ് അല്ലെ. അപ്പോൾ കോയിൻസിന്റെ സർക്കുലേഷനും ഇതനുസരിച്ച് വർദ്ധിച്ചു വന്നു. ഓക്കെ, കോയിൻ മണിയുടെ ഇടപാടുകൾ എന്ത് ചെയ്തു? കച്ചവടം കൂടുമ്പോൾ മണിയുടെ ഇടപാടുകൾ കൂടണം അല്ലെ. അപ്പൊ മണി, കോയിൻസ് ഒക്കെ എന്ത് ചെയ്തു? വളരെയധികം സ്പ്രെഡ് ആവാൻ തുടങ്ങി. ഇനി അവിടെ കൊണ്ട് കഴിഞ്ഞില്ല. ഓക്കെ, ഈ പറഞ്ഞതുപോലെ ഈ ഒരു മണി അല്ലെങ്കിൽ കോയിൻസിന്റെ ഒക്കെ കാര്യങ്ങൾ ഇത്രയധികം സർക്കുലേഷൻ കൂടിയപ്പോൾ അവർ പലതരം മെറ്റലുകൾ യൂസ് ചെയ്യാൻ തുടങ്ങി. സിൽവർ യൂസ് ചെയ്യാൻ തുടങ്ങി, ഗോൾഡ് യൂസ് ചെയ്യാൻ തുടങ്ങി, കോപ്പർ യൂസ് ചെയ്യാൻ തുടങ്ങി. ഇതിലെല്ലാം അവരെന്ത് ചെയ്തു? കോയിൻസ് സർക്കുലേറ്റ് ചെയ്യാനും കോയിൻസ് മിന്റ് ചെയ്യാൻ, നിർമ്മിക്കാനും തുടങ്ങി. ഓക്കെ, ഇനി അതോടൊപ്പം സ്ലേവ്സിന്റെ ട്രേഡ് കൂടി ഇതിന്റെ ഇടയിൽ എന്ത് ചെയ്തു? വളരെയധികം പ്രോസ്പെറസ് ആയിട്ട് നടന്നു വന്നു. ഓക്കെ, സ്ലേവ്സിനെ വാങ്ങാനും വിൽക്കാനും ഒക്കെയുള്ള സെപ്പറേറ്റ് മാർക്കറ്റുകൾ തന്നെ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. ഇത്രയാണ് അവരുടെ ആ ഒരു ട്രേഡ് റൂട്ടുകളെയും അവരുടെ മണിയുടെ കാര്യങ്ങളും പറയുന്നത്. ഓക്കെ, ഇനി കച്ചവട സാധ്യതകൾ കൂടിയപ്പോൾ മണിയുടെ സർക്കുലേഷൻ കൂടി എന്ന് പറഞ്ഞല്ലേ. പക്ഷെ ഇതിനകത്തൊരു പ്രശ്നമുണ്ട്. അതായത് ഒരു കച്ചവടക്കാരന് ഈ ദൂരസ്ഥലങ്ങളിലേക്ക് അയാൾക്ക് സാധനങ്ങൾ വിൽക്കാനോ വാങ്ങാനോ ഒക്കെ പോകുമ്പോഴേ പൈസ എന്ന് പറയുന്നത് അത്രയും ഇങ്ങനെ ക്യാരി ചെയ്തുകൊണ്ട് നടക്കാൻ പറ്റത്തില്ല അല്ലെ. എപ്പോഴും നമ്മൾ ഒരുപാട് പൈസ കയ്യിൽ കരുതിക്കൊണ്ട് നടക്കുകയാണെങ്കിൽ റിസ്ക് കൂടുതലല്ലേ. ആർക്ക് വേണോ നമ്മുടെ കയ്യിൽ നിന്ന് തട്ടിക്കൊണ്ട് പോകാം അല്ലെ. പിന്നെ ഒരുപാട് പൈസ കീപ്പ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? അതിനെ സൂക്ഷിച്ചുകൊണ്ട് നടക്കണം അല്ലെ. അത് ക്യാരി ചെയ്യുന്നതേ ബുദ്ധിമുട്ട്, അല്ലാതെ തെഫ്റ്റ് അല്ലെ, മോഷണം പോലുള്ള കാര്യങ്ങൾ അതും പേടിക്കണം, അതിൻ്റെ റിസ്ക് പേടിക്കണം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കെയർ ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ വരുമ്പോൾ അങ്ങനെ വന്നപ്പോൾ ഈ മുസ്ലിം എംപയർ തന്നെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു പുതിയ സിസ്റ്റമാണ് നമ്മൾ ഇന്ന് ചെക്ക് എന്നൊക്കെ പറയുന്നില്ലേ, ചെക്ക് പേയ്മെന്റ്. അതായത് നമുക്ക് എന്ത് ചെയ്യണ്ട, പൈസ ക്യാരി ചെയ്യണ്ട അല്ലെ. നമ്മൾ എന്ത് ചെയ്യും? ചെക്ക് എഴുതിയും കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പൈസ ക്യാരി ചെയ്യുന്ന ബുദ്ധിമുട്ട് ഒഴിവായി. നമുക്ക് 1 ലക്ഷം രൂപ ആർക്കെങ്കിലും ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാനുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഒരു ചെക്ക് എഴുതിയും കൊടുത്താൽ മതി അല്ലെ. ഒരു പേപ്പറിന്റെ കളിയാണത്. ഈ സംവിധാനം ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഇസ്ലാമിക് എംപയറിലാണ്. ഓക്കെ, അന്ന് അതിനെ വിളിച്ചിരുന്ന പേരെന്ന് പറയുന്നത് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്നാണ്, അല്ലെങ്കിൽ ബിൽ ഓഫ് എക്സ്ചേഞ്ച്. 2 പേരുകളിൽ അറിയപ്പെടും. ഓക്കെ, ഇന്നത്തെ ചെക്ക് സംവിധാനം എന്ന് മാത്രം നിങ്ങൾ ഓർത്താൽ മതി. അന്ന് അതിനറിയപ്പെട്ട എന്താണ്? ലെറ്റർ ഓഫ് ക്രെഡിറ്റ്. അല്ല എങ്കിൽ അതിനറിയപ്പെട്ട മറ്റൊരു പേരാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്നോ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്നോ എന്നാണ് അതിനറിയപ്പെട്ടിരുന്നത്. ഓക്കെ, അത്ര മാത്രം നിങ്ങൾ അതിനകത്ത് ഓർത്തിരുന്നാൽ മതി. ഓക്കെ, ഇനി വരുന്നതെന്ന് പറയുന്നത് ഈ പറയുന്ന നമ്മൾ പറഞ്ഞല്ലേ ഈ ഒരു ലെറ്റർ ഓഫ് ക്രെഡിറ്റ് അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു പേപ്പർ എന്ന് പറയുന്നത് ലീഗൽ പേപ്പർ. അപ്പോൾ ഈ പേപ്പർ മതി അങ്ങോട്ടും ഇങ്ങോട്ടും സാധനങ്ങൾ വാങ്ങാനും കൊടുക്കാനും ഒക്കെ. ഈ ഒരു പേപ്പറിൽ നമ്മൾ എഴുതി കൊടുത്താൽ മതി അല്ലെ. അത് ആർക്കിടയിലൊക്കെ സർക്കുലേറ്റ് ചെയ്തെന്നുള്ളതാണ്. കൂടുതലായിട്ടും അത് ഉപയോഗിച്ചിരുന്നതെന്ന് പറയുന്നത് ആരായിരിക്കും? ബിസിനസ് മെനും ട്രേഡേഴ്സും ആണ് അല്ലെ. ബിസിനസ്സുകാരെ ട്രേഡേഴ്സ് ഒക്കെയാണ് അതിനെ കൂടുതലായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നത്. എന്നാൽ അതേപോലെ തന്നെ ഈ ഖലീഫമാരും സുൽത്താൻമാരും ഒക്കെ ഇതെന്ത് ചെയ്യുന്നു? യൂസ് ചെയ്യുന്നു. അതായത് ഇപ്പോൾ അവരുടെ കോർട്ടിലേക്ക് വരുന്ന ഒരു മ്യൂസീഷ്യൻ ആവും. അന്നത്തെ കാലഘട്ടത്തിൽ അറിയാം അല്ലെ, രാജസദസ്സിലേക്ക് വരുന്ന ഒരുപാട് ആൾക്കാരില്ലേ,
കലാകാരന്മാരുണ്ടാവും അല്ലെ. അപ്പോൾ ഇവർക്കൊക്കെ അങ്ങോട്ട് തിരിച്ച് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നതെന്ന് പറയുന്നത് അന്ന് പൈസ ആയിട്ട് കൊടുക്കുന്നതിന് പകരം അന്ന് ഇവർ കൊടുത്തിരുന്നത് എന്താണ്, ഈ പറയുന്നത് പോലെ ഒരു ലെറ്റർ ഓഫ് ക്രെഡിറ്റ് അങ്ങ് കൊടുക്കും, അല്ലെങ്കിൽ ചെക്ക് പോലുള്ള ഒരു പേപ്പറിൽ അവരെന്ത് ചെയ്യുന്നു, പൈസ അങ്ങ് ട്രാൻസാക്ട് ചെയ്യും. അപ്പം അവരുടെ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് വളരെ ഈസി ആയി അല്ലെ. മെർച്ചൻസിന് ഒരാൾ നിന്ന് മറ്റൊരു ആളിലേക്ക് പൈസ കൈമാറണമെങ്കിൽ അത് കയ്യിലുള്ള ഈ പറഞ്ഞ പോലെ കോയിൻസ് ആയിട്ടും മണിയായിട്ടും കൊടുക്കേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്താൽ മതി, ഒരു പേപ്പറിൽ അങ്ങ് എഴുതി കാര്യങ്ങൾ കൊടുത്താൽ മതി അല്ലെ. അപ്പൊ അങ്ങനെ ചെക്ക് പോലെയുള്ള ഒരു സംവിധാനം എന്ത് ചെയ്തു, ലോകത്തിന് തന്നെ സംഭാവന ചെയ്തത് ഈ പറയുന്ന ഇസ്ലാമിക് എംപയർ ആണ്. ഓക്കെ, അപ്പോൾ അതൊരു വലിയ, അല്ലെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ പോലെ അന്ന് മുതൽ ഇന്ന് വരെ അല്ലെ നിലനിൽക്കുന്ന നമ്മുടെ ഈ ഒരു മണി ട്രാൻസാക്ഷന്റെ കാര്യത്തിൽ ഏറ്റവും അധികം ഈസിനെസ് കൊണ്ടുവന്ന, അതിൻ്റെ റിസ്കുകളെല്ലാം ഇല്ലാതാക്കിയ ഒരു സംവിധാനമാണ് ചെക്ക്. ഇന്ന് ഓഫ് കോഴ്സ് നമ്മൾ ചെക്ക് യൂസ് ചെയ്യുന്നതിന് പകരം ഇന്ന് നമ്മൾ ഓൺലൈൻ പേയ്മെന്റിലേക്കൊക്കെ മാറി. എങ്കിലും ഒരു എന്താ പറയുക, ഒരു 3-4 വർഷം മുൻപ് വരെയും അല്ലെ വളരെ ആക്റ്റീവായിട്ട് നിലനിന്നിരുന്ന, ഇന്നും ചെക്ക് യൂസ് ചെയ്യുന്നുണ്ട് ഇല്ലാന്നല്ല, എങ്കിലും വളരെ ആക്റ്റീവായിട്ട് നിലനിന്നിരുന്നതാണ് ചെക്ക് സംവിധാനം അല്ലെ. അപ്പൊ അന്ന് അതിനറിയപ്പെടുന്നത് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്നോ അല്ലെങ്കിൽ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്നോ ആണ്. ഓക്കെ, അതിന്റെ ഉപയോഗം എന്ന് പറയുന്നത് എന്താണ്, പൈസ ക്യാരി ചെയ്തുകൊണ്ട് നടക്കുന്നതിലുള്ള റിസ്ക് ഒഴിവാക്കാം. ഇനി അത് കുറെ കൂടെ ഈസി ആക്കാം. ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് നടക്കും അല്ലെ. അപ്പൊ മെർച്ചൻസിനൊക്കെ ഉള്ള റിസ്കുകളെല്ലാം അവോയ്ഡ് ചെയ്യാൻ പറ്റി. മെർച്ചൻസ് മാത്രമല്ല അല്ലെ, ഖലീഫമാരും സുൽത്താൻമാരും എല്ലാം എന്ത് ചെയ്തിരുന്നു, ഈ ഒരു മെത്തേഡ് അവർ അഡോപ്റ്റ് ചെയ്തിരുന്നു, നല്ല രീതിയിൽ തന്നെ യൂസ് ചെയ്തിരുന്നു എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ അത്രയാണ് അവരുടെ ലെറ്റർ ഓഫ് ക്രെഡിറ്റിന്റെ കാര്യം. അപ്പൊ കോയിൻസിന്റെ കാര്യം പറഞ്ഞു, ലെറ്റർ ഓഫ് ക്രെഡിറ്റിന്റെ കാര്യവും പറഞ്ഞു. ഓക്കെ, അപ്പോൾ അവരുടെ ട്രേഡ് കൊമേഴ്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് നമ്മൾ കവർ ചെയ്തത്. അത്യാവശ്യം വലിയൊരു ടോപ്പിക്കാണ്, കുറേ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഉണ്ട് അല്ലെ. അപ്പൊ ആദ്യം മുതൽ നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ഒന്ന് ആലോചിച്ച് നോക്കിയേ എന്തൊക്കെയാണ്. ആദ്യം നമ്മൾ അവരുടെ ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ ആണ് പറയുന്നത്. അവിടെ നമ്മൾ ഇന്ത്യൻ ഓഷ്യനും പറയണം, മെഡിറ്ററേനിയൻ സീയും പറയണം. ഓക്കെ, കഴിഞ്ഞില്ല. ഈ 2 എണ്ണവും നമ്മൾ കണക്ട് ചെയ്ത് അടുത്ത പോയിന്റ് പഠിക്കണം. ഓക്കെ, ഇന്ത്യൻ ഓഷൻ ഉണ്ട്, മെഡിറ്ററേനിയൻ സീ ഉണ്ട്. ഇതുവഴി അവർക്ക് ട്രേഡ് റൂട്ട് എവിടെയൊക്കെ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റി എന്നുള്ളത് അങ്ങ് ഓർത്താൽ മതി. ഇന്ത്യൻ ഓഷൻ ഉള്ളപ്പോൾ ഓഫ് കോഴ്സ് ഇന്ത്യ ആയിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റുമല്ലോ, അത് തന്നെയാണ്. ഓക്കെ, ഇന്ത്യ ആയിട്ട് ട്രേഡ് നടന്നു അല്ലെ. അറബ്സും ഇറാനിയൻസും കൂടുതൽ ട്രേഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇന്ത്യ ആയിട്ടും ചൈന ആയിട്ടും യൂറോപ്പുമായിട്ടുമാണ്. ഓക്കെ, ബാക്കി നിങ്ങൾക്ക് ഇതൊന്നും തന്നെ കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് ചൈനയുമായിട്ട് ട്രേഡ് നടത്തിയിരുന്നത് ഏത് റൂട്ട് വഴിയാ, സിൽക്ക് റൂട്ട്. അവിടെ അത് ആലോചിച്ചോളണം. യൂറോപ്പുമായിട്ട് ഏറ്റവും കൂടുതൽ ട്രേഡ് നടത്തിയിരുന്ന ആരാണ്, ജൂതന്മാരാണ്. അപ്പോൾ നമുക്ക് അടുത്ത 2 പോയിന്റ് അവിടെ കിട്ടി. ഓക്കെ, അത് നമുക്ക് പറയാം. അതിന് മുമ്പ് 2 കാര്യങ്ങൾ പറയാനുണ്ട് ഇവിടെ അല്ലെ. ഇമ്പോർട്ടൻ്റ് ആയ മറ്റ് ട്രേഡ് റൂട്ടുകളാണ് റെഡ് സീയും അതുപോലെ പേർഷ്യൻ ഗൾഫ്. ഓക്കെ, റെഡ് സീ അടുത്ത പോയിന്റ് കണക്ട് ചെയ്തോളണം. റെഡ് സീ എപ്പോഴാ പ്രോമിനന്റ് ആയത്, കെയ്റോ എന്ന് പറയുന്ന നഗരം പ്രോമിനന്റ് ആയതിന്റെ കൂട്ടത്തിൽ പ്രോമിനന്റ് ആയതാണ് ഇത്, റെഡ് സീ. ഓക്കെ, കെയ്റോ, അത് ഓർത്തോളണം. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചൈനയുമായിട്ട് കണക്ട് ചെയ്യുന്ന പോയിന്റ് പറഞ്ഞ് എന്താണ്, ബാഗ്ദാദിൽ നിന്നുള്ള മെർച്ചൻസ് അല്ലെ ഏറ്റവും കൂടുതൽ ചൈനയുമായിട്ടാണ് ട്രേഡ് നടത്തിയിരുന്നത്. ഏത് വഴിയാണ്, സിൽക്ക് റൂട്ട് വഴിയാണ്. ഓക്കെ, ഇനി അതുപോലെ കഴിഞ്ഞില്ല അല്ലെ. യൂറോപ്പിന്റെ പോയിന്റ് കണക്ട് ചെയ്ത് പറഞ്ഞേ. യൂറോപ്പുമായിട്ട് ഏറ്റവും കൂടുതൽ ട്രേഡ് നടത്തിയിരുന്ന ആരാണ്, ജൂയിഷ് പീപ്പിൾ ആണ്, ജൂതന്മാരാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ അറിഞ്ഞേക്കണേ, അത് പറയാൻ വിട്ടുപോയതാണ്. ഇവരുടെ മെയിൻ ട്രേഡിങ് ഐറ്റംസ് എന്ന് പറയുന്നത്, അതായത് പുറം രാജ്യങ്ങളുമായിട്ട് അവർ ട്രേഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഐറ്റംസ് എന്ന് പറയുന്നത് വളരെ വാല്യുബിൾ ആയ സാധനങ്ങളായിരുന്നു. ഓക്കെ, എന്ന് പറഞ്ഞാൽ സ്പൈസസ്, ടെക്സ്റ്റൈൽ ഐറ്റംസ്, അതോടൊപ്പം ഗൺ പൗഡർ, ഇങ്ങനെയുള്ള ഐറ്റംസ് ആണ് അവർ കൂടുതലായിട്ട് യൂസ് ചെയ്തിരുന്നത്. ഓക്കെ, അപ്പൊ അതിനകത്ത് വേറെ ഈ പറഞ്ഞ പോലെ ഡൗട്ടൊന്നുമില്ല. ഈ പറയുന്ന എല്ലാ ഏരിയാസുമായിട്ടും മെയിനായിട്ട് ട്രേഡ് ചെയ്തിരുന്ന ഐറ്റംസ് ആണ് സ്പൈസും ടെക്സ്റ്റൈൽസും അതുപോലെ ഗൺ പൗഡർ ഒക്കെ പോലുള്ള ഐറ്റംസ്. ഓക്കെ, ഇനി അതിനകത്ത് നമ്മൾ ഈ സാധനങ്ങളൊക്കെ അവർ പാസ് ചെയ്ത് പോകുന്ന ഇമ്പോർട്ടിന് എക്സ്പോർട്ടിന് യൂസ് ചെയ്യുന്ന ഒരു
പോർട്ടിന് എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞാൽ ഏതൻ. ഓക്കെ, ഏതൻ എന്ന് പറയുന്ന സ്ഥലം. കഴിഞ്ഞില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും ആയി. ഇനി റഷ്യയുമായിട്ടുള്ള ട്രേഡ് റിലേഷൻ കീപ്പ് അപ്പ് വരുന്ന ഒരു പ്ലേസ് ഉണ്ട് അല്ലെ, ഏതാണ്? സമർഖണ്ഡ്. ഓക്കെ, ഇവരുടെ നോർത്ത് ഏരിയ തൊട്ട് റഷ്യ, സ്കാൻഡിനേവിയ ഇങ്ങനെയുള്ള സ്ഥലങ്ങളുമായിട്ട് കൂടുതൽ ട്രേഡ് നടത്തിയിരുന്നെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന സമർഖണ്ഡ് എന്ന് പറയുന്ന ഏരിയ ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒരുപാട് ഓർത്തിരിക്കുക എന്ന് പറയുന്നതിനെ കണക്ട് ചെയ്ത് ഓർക്കുന്നതാണ് എപ്പോഴും എളുപ്പം. നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു പോയിന്റ് പറയുമ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്യുന്ന 2 പോയിന്റ്സ് നമുക്ക് വേറെ കിട്ടും. അങ്ങനെ കണക്ട് ചെയ്ത് അങ്ങ് പഠിക്കുക. ഓക്കെ, നമ്മൾ ഈ പറഞ്ഞ പോലെ ചൈന പറയുമ്പോഴത്തേക്കും ബാഗ്ദാദ് അവരുടെ സിൽക്ക് യൂറോപ്പ് ഓർമ്മ ജൂതന്മാരുമായിട്ട് കണക്ട് ചെയ്യുക. ഇന്ത്യൻ ഓഷൻ പറയുമ്പോൾ ഇന്ത്യ, ചൈന, യൂറോപ്പ് ഇതുപോലുള്ള സ്ഥലങ്ങളുമായിട്ട് നമുക്ക് കണക്ഷൻ കിട്ടി. റെഡ് സീ പറയുമ്പോഴത്തേക്കും നമുക്ക് കെയ്റോ ഡെവലപ്പ് ചെയ്തപ്പോഴാണ് റെഡ് സീയുടെ റൂട്ട് എന്ന് പറയുന്നത് അല്ലെ, ട്രേഡ് റൂട്ട് എന്ന് പറയുന്നത് കുറെ കൂടെ ഡെവലപ്പ് ആയതെന്ന് പറഞ്ഞു. അവരെ ഇമ്പോർട്ടൻറ്റ് ട്രേഡിംഗ് ഐറ്റംസും പറയുക. ഓക്കെ, ഇനി ഓഫ് കോഴ്സ് ട്രേഡ് ഇത്രയും നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ അവർക്ക് എന്ത് വേണം? മണി സർക്കുലേഷൻ വേണം അല്ലെ. കച്ചവടം നടക്കണമെന്നുണ്ടെങ്കിൽ കയ്യിൽ പൈസ വേണ്ടി. അപ്പോൾ ആ സമയത്ത് കോയിൻസ് ആണ് അവരുടെ മണി സർക്കുലേഷൻ ഹെൽപ്പ് ചെയ്യുന്നത് അല്ലെ. അപ്പോൾ കോയിൻസിന്റെ കാര്യം പറയുക. കോയിൻ എന്ന് പറയുന്നത് വളരെ വൈഡ് സ്പ്രെഡ് ആയിട്ട് എന്ത് ചെയ്തു? സർക്കുലേറ്റ് ചെയ്യാൻ തുടങ്ങി. ഒരുപാട് കോയിൻസ് അവർ നിർമ്മിക്കാൻ തുടങ്ങി. അവർ കോയിൻസ് നിർമ്മിച്ചിരുന്നതെന്ന് പറയുന്നത് അതിന് യൂസ് ചെയ്യുന്ന ഗോൾഡും അല്ലെ, സിൽവർ, കോപ്പർ ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ് അവർ കൂടുതൽ യൂസ് ചെയ്യുന്നത്. അതുപോലെ സ്ലേവ്സിന്റെ ട്രേഡ് കൂടെ എടുത്ത് പറയുക. സ്ലേവ് ട്രേഡ് എന്ന് പറഞ്ഞാൽ വളരെ പ്രോമിനന്റ് ആയിട്ട് തന്നെ നടന്നു. ഓക്കെ, കാരണം അടിമകളുടെ കച്ചവടം എന്ന് പറയുന്നത് അവരെന്ത് ചെയ്തു? നല്ല രീതിയിൽ തന്നെ ക്യാരി ഔട്ട് ചെയ്തു. അപ്പം സ്ലേവിന്റെ ട്രേഡ് അല്ലെ, സ്ലേവ്സിന്റെ ട്രേഡ് എന്ന് പറയുന്നത് 1 അടിമകളെ വാങ്ങുന്നത്, 2 അടിമകളെ വിൽക്കുന്നത്, രണ്ടും അവിടെ ആക്റ്റീവായിട്ട് നടന്നു. അതുപോലെ സ്ലേവ്സിന് വേണ്ടിയിട്ട് പ്രത്യേക മാർക്കറ്റ് തന്നെ ഉണ്ടായിരുന്നു. അടിമകളെ കൊണ്ടുവന്ന് വിൽക്കാനും വാങ്ങാനും വേണ്ടിയുള്ള മാർക്കറ്റുകൾ ഡെവലപ്പ് ചെയ്തു വന്നു. ഓക്കെ, അപ്പോൾ ഇതൊക്കെ അതിന്റെ ഭാഗമായിട്ട് പറയാവുന്നതാണ്. ഇനി ഇതുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോവാം അല്ലെ. ഈ കോയിൻസും ഇതുമൊക്കെ ഇത്രയും ഇങ്ങനെ ക്യാരി ചെയ്തുകൊണ്ട് നടക്കുന്നതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് അല്ലെ. അപ്പൊ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു സിസ്റ്റം ആണ് ഇത്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് മാത്രമല്ല, ഇനി ഏതുകൊണ്ട് അതിന്റെ കൂട്ടത്തിൽ തന്നെ അതിനറിയപ്പെടുന്ന വേറൊരു പേരുകൂടി നമ്മൾ ഓർത്തു വെച്ചിരുന്നാൽ മതി അല്ലെ. എന്താണ്? ലെറ്റർ ഓഫ് ക്രെഡിറ്റ്. ഈ 2 പേരിലും അത് അറിയപ്പെട്ടു. ആക്ച്വലി അതെന്താണ് സിസ്റ്റം? ഇന്നത്തെ ചെക്ക് അല്ലെ, ചെക്ക് സംവിധാനമാണ് ഇത്. അപ്പോ ഒരു പേപ്പർ അല്ലെ, ഒരു പേപ്പർ കൊണ്ട് മാത്രം എന്ത് ചെയ്യാൻ നമുക്ക് കാര്യങ്ങൾ ട്രാൻസാക്ട് ചെയ്യാൻ പറ്റി. അതായത് പൈസ എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ട്രാൻസാക്ഷൻ നടത്തണമെങ്കിൽ അല്ലെ, ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പൈസ നമുക്ക് കൈമാറ്റം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് എന്ത് മതി? ഇതുപോലൊരു കൊമേഴ്ഷ്യൽ പേപ്പർ മാത്രം മതി അല്ലെ. അതിന് കൊമേഴ്ഷ്യൽ പേപ്പർ എന്നിട്ട് നമുക്ക് യൂസ് ചെയ്യാം അവിടെ. ഓക്കെ, വാട്ട് ഡു യു മീൻ ബൈ ബിൽ ഓഫ് എക്സ്ചേഞ്ച് വെച്ചാൽ ഇറ്റ് ഈസ് എ കൊമേഴ്ഷ്യൽ പേപ്പർ. കൊമേഴ്ഷ്യൽ പേപ്പർ എന്ന് പറഞ്ഞാൽ എന്താ? കൊമേഴ്ഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ബിസിനസ്സുമായിട്ട് ബന്ധപ്പെടുന്നല്ലേ കൊമേഴ്ഷ്യൽ. അപ്പൊ അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന പേപ്പർ ആണ് ഇത് അല്ലെ. അപ്പോൾ ഇതുകൊണ്ടുള്ള ഗുണം എന്താണ്? കുറെ റിസ്കുകൾ അവോയ്ഡ് ചെയ്യാൻ പറ്റി അല്ലെ. മെർച്ചൻസിന് പൈസ ക്യാരി ചെയ്തുകൊണ്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന റിസ്ക് ഉണ്ട്. എന്താണ് റിസ്ക്? റിസ്ക് ഓഫ് തെഫ്റ്റ് അല്ലെങ്കിൽ റോബറി അല്ലെ, മോഷണം ആണ്. അപ്പോൾ അവരെ കയ്യിൽ നിന്ന് പൈസയൊക്കെ തട്ടിക്കൊണ്ട് പോകുന്ന റിസ്ക് ഒഴിവാക്കാൻ പറ്റി. പിന്നെ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ഈസി ആയി. became easy. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് പറഞ്ഞത് അല്ലെ. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇതിന് യൂട്ടിലൈസ് ചെയ്ത ആൾക്കാർ അല്ലെ, ഏറ്റവും കൂടുതൽ ഇതിനെ യൂട്ടിലൈസ് ചെയ്ത് മെർച്ചൻസ് ഉണ്ട്, മെർച്ചൻസ് ഗ്രൂപ്പിൽ യൂസ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ സുൽത്താൻമാർ ഉപയോഗിച്ചിരുന്നു. അതുപോലെ ഖലീഫമാർ. ഈ ഖലീഫമാരൊക്കെ അതിന്, സുൽത്താൻമാരൊക്കെ അതിന് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഈ പാലസിലൊക്കെ വരുന്ന മ്യൂസീഷ്യൻസ് ആവാം, ഡാൻസേഴ്സ് ആവാം, അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ എന്ത് ചെയ്യും? പണ്ട് കേട്ടില്ലേ, രാജാവിന്റെ മുമ്പ് ഒന്ന് നൃത്തമൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഒരു കിഴിയും എടുത്തിട്ട് കൊടുക്കും അല്ലെ, കുറെ ഗോൾഡ് കോയിൻസ് ഒക്കെ എടുത്തിട്ട് കൊടുക്കും. അപ്പം ഇപ്പൊ ഇവർക്ക് ഗോൾഡ് കോയിൻ ആയിട്ട് കൊടുക്കേണ്ട കാര്യമില്ല, അവരെന്ത് ചെയ്യും? ഒരു ചെക്ക് എഴുതിയും കൊടുക്കുകയാണ് അല്ലെ. എല്ലാം ഈസി പരിപാടികളാണ്. അപ്പൊ കാര്യങ്ങൾ അതാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പൊ ലോകത്തിന് തന്നെ അവർ കൊടുത്തൊരു വലിയ കോൺട്രിബ്യൂഷൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് ഈ പറഞ്ഞ ചെക്ക് സംവിധാനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് അവിടെ വരുന്നത്.
ഇനി അടുത്തതായിട്ട് നമുക്ക് പഠിക്കേണ്ടതെന്ന് പറയുന്നത് ഇസ്ലാമിക് ലോ ആണ്. ഓക്കെ, അവിടെയുള്ള നിയമ സംവിധാനങ്ങളും കാര്യങ്ങളും ഒക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു നിയമമുണ്ട്. ഓക്കെ, അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്ത ക്ലാസ്സിൽ പറയാം. എങ്കിലും ജസ്റ്റ് പറയുകയാണ്, ഇസ്ലാമിക് ലോ, ആ ടേം അറിഞ്ഞിരിക്കണം. ഇസ്ലാമിക് ലോ അറിയപ്പെടുന്നതാണ് ഷെറിയ. ഷെറിയ എന്ന് പറയുന്ന ഇസ്ലാമിക് നിയമം. ഓക്കെ, അതായത് ഈ എംപയർ റൂൾ ചെയ്യുന്നത് തന്നെ ഇസ്ലാമിക് ലോ പ്രകാരമായിരിക്കണം, ഇസ്ലാമിക് നിയമപ്രകാരമായിരിക്കണം അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അതായത് ഖലീഫമാർ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നാലും സുൽത്താൻമാർ അവരുടെ ഭരണം നടത്തുന്നതായാലും എല്ലാം ഏത് പ്രകാരമായിരിക്കണം? എവറിത്തിങ് ഷുഡ് ബി കൺട്രോൾഡ് ബൈ ദ ലോ നെയിംഡ് ആസ് ഷെറിയ. ഷെറിയ എന്ന് പറയുന്ന നിയമപ്രകാരമായിരിക്കണം എല്ലാ നിയമങ്ങളും മുന്നോട്ട് പോകേണ്ടത്. അതാണ് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ പറയുന്ന ശരിയ നിയമപ്രകാരം ബാക്കി എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ കൺട്രോൾ ചെയ്യപ്പെടുന്നത് വെച്ചാൽ അവിടുത്തെ മാരേജ്, അവിടുത്തെ ഡിവോഴ്സ്, ഇനി ലോ ഓഫ് ഇൻഹെറിറ്റൻസ്, അതായത് പ്രോപ്പർട്ടി ഒക്കെ എന്ത് ചെയ്യുന്നു, തലമുറകളായി കൈമാറിപ്പോകുന്നില്ലേ, ഇതെല്ലാം ശരിയ നിയമം വഴിയാണ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട കുറേ ഡൈനാസ്റ്റീസ് ഇല്ലേ, ഉമ്മായിദ് ആയാലും അല്ലെ, അതുപോലെ തന്നെ ഏറ്റവും ആദ്യം വന്ന ഖലീഫമാർ, പിന്നീട് വന്ന ഉമ്മൈദ് ഡൈനാസ്റ്റിയെ കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലെ, അബ്ബാസിദിനെ കുറിച്ച് പറഞ്ഞു. ഇവരൊക്കെ ഫോളോ ചെയ്തിരുന്ന നിയമം എന്ന് പറയുന്നത് എന്താണ്? ശരിയ നിയമമാണ്. അതുപോലെ ഖുറാൻ എന്ന് പറയുന്ന ഹോളി ബുക്ക് അല്ലെ, പ്രോഫറ്റ് മുഹമ്മദിന്റെ വചനങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു ഈ പറയുന്ന ഇസ്ലാമിക് എംപയറിന്റെ നിയമങ്ങളുടെ ബേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ഒരാളിനെ ഒരു തെറ്റ് ചെയ്താൽ അത് ശിക്ഷിക്കണമെങ്കിൽ പോലും അത് ശരിയ നിയമത്തിൽ എന്ത് പറയുന്നു എന്ന് നോക്കിയിട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അവിടുത്തെ ഭരണ സംവിധാനം അല്ലെ, ലോ ആൻഡ് ഓർഡർ, ഒപ്പം മാരേജ്, ഡിവോഴ്സ്, ലോ ഓഫ് ഇൻഹെറിറ്റൻസ്. ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, പരമ്പരാഗതമായിട്ട് പ്രോപ്പർട്ടി ഇങ്ങനെ കൈമാറി വരുന്നില്ലേ, അതാണ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്വത്തവകാശം എന്നൊക്കെ പറയും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം അല്ലെ, അവിടെ എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിച്ചിരുന്നത് ശരിയ ലോയാണ്, ശരിയ എന്ന് പറയുന്ന നിയമമാണ്. ഇനി ശരിയ നിയമം പഠിക്കാനും പഠിപ്പിക്കാനുമായിട്ട് അവിടെ പണ്ഡിതന്മാരുണ്ടായിരുന്നു. ഓക്കെ, സ്കോളേഴ്സ് ഉണ്ടായിരുന്നു. അതുപോലെ ഈ പറയുന്ന ഖുറാൻ, അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ അല്ലെ, ഒരാളിൻ്റെ മോറൽ സൈഡ് എന്ന് പറയുന്ന എപ്പോഴും അതിൻ്റെ മോറൽ ടീച്ചിങ്സ് കൊടുക്കുന്നതെന്ന് പറയുന്ന ഖുറാനാണ് അല്ലെ. ഒരു നല്ല ജീവിതം എങ്ങനെ നയിക്കാം എന്ന് പഠിപ്പിക്കുന്നത് അല്ലെ, എങ്ങനെ പെരുമാറാം എന്ന് പഠിപ്പിക്കുന്നത്, ഒരു സമൂഹത്തിൽ എങ്ങനെ നല്ല വാല്യൂസ് ഡെവലപ്പ് ചെയ്യാം എന്ന് പഠിക്കുന്നത് ഒക്കെ ഖുറാൻ നിയമപ്രകാരമായിരുന്നു. ഓക്കെ, അതുപോലെ തന്നെ പ്രോഫറ്റ് മുഹമ്മദിന്റെ ഇൻഫ്ലുവൻസും വലുതായിരുന്നു. അദ്ദേഹത്തിന്റെ വചനങ്ങൾ എന്ന് പറയുന്നതും ഈ പറയുന്ന പോലെ ഇസ്ലാമിക് എംപയറിൽ അവരുടെ ഒരു ലീഗലായിട്ടും മോറലായിട്ടും ഒക്കെ അവരെ വളരെയധികം സപ്പോർട്ട് ചെയ്യുകയും അല്ലെങ്കിൽ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്ന അദ്ദേഹത്തിൻ്റെ വചനങ്ങളും നമുക്കവിടെ എടുത്തു പറയണം. അതുപോലെ തന്നെ ചില ഇസ്ലാമിക് സ്കൂളുകൾ ഡെവലപ്പ് ചെയ്തു വന്നു. ഓക്കെ, മാലിക്കി സ്കൂള്, അതുപോലെ തന്നെ ഹനബലി സ്കൂള്, അങ്ങനെയൊക്കെ പറയുന്ന ഇസ്ലാമിക് തോട്ടുകൾ അത് പ്രകാരം ഡെവലപ്പ് ചെയ്ത് വന്നൊരു 4 സ്കൂൾസ് ഉണ്ട്. ഓക്കെ, ഹനഫി എന്ന് പറയുന്ന സ്കൂളുണ്ട്, ഷാഫി എന്ന് പറയുന്ന സ്കൂളുണ്ട്, ഹനബലി എന്ന് പറയുന്ന സ്കൂളുണ്ട്, മാലിക്കി എന്ന് പറയുന്ന സ്കൂളുണ്ട്. ഇതെല്ലാം സ്കൂൾ ഓഫ് തോട്ടാണ്. അതായത് ശരിയ നിയമത്തിൻ്റെ തന്നെ അതിനെ തന്നെ എന്ത് ചെയ്തു, പല രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്യുന്ന ചില സ്കൂൾസ് ഒക്കെ ഡെവലപ്പ് ചെയ്തു. അതുപോലെ അവരുടെ ആർട്ട് ഫോംസ്, ഓക്കെ, അത് അവരുടെ ലിറ്ററേച്ചർ, ഇതിനെല്ലാം എന്ത് ചെയ്യുന്നു, ഈ ഒരു ഇസ്ലാമിക് കൾച്ചർ എന്ന് പറയുന്നത് വളരെയധികം സ്വാധീനിച്ചിരുന്നു. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്ത ക്ലാസ്സിൽ പറയാം. നമ്മളപ്പോൾ ഇത്രയും നാൾ പഠിച്ചു വന്ന കാര്യം, ഇനി നമുക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും ഇല്ല, നമ്മൾ ചാപ്റ്ററിൻ്റെ ക്ലോസിങ്ങിലേക്ക് പോവാണ്. അടുത്ത ക്ലാസ്സോടുകൂടിയൊക്കെ നമുക്ക് ചാപ്റ്റർ തീരും. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഒരു ഓർഡറൊക്കെ ഒന്ന് ഓർത്തോളുക. പ്രോഫറ്റ് മുഹമ്മദ് തൊട്ട് അല്ലെ, നമ്മൾ തുടങ്ങിയത് അവിടെ നിന്നാണ്. പ്രോഫറ്റ് മുഹമ്മദിന്റെ കാലഘട്ടം, അത് കഴിഞ്ഞിട്ട് ഖലീഫമാരുടെ കാലഘട്ടമായി അല്ലെ. 4 ഖലീഫമാരെ നമ്മൾ പഠിച്ചു. അവരുടെയൊക്കെ പേരൊക്കെ ഓർമ്മയുണ്ടോ? അബൂ ബക്കർ എന്ന് പറയുന്ന ഖലീഫ അല്ലെ, അലി, ഉസ്മാൻ, ഇങ്ങനെയൊക്കെ പറയുന്ന ഖലീഫമാരിലൂടെ നമ്മൾ കടന്നു വന്നു. അവരുടെ കാലഘട്ടത്തിൽ വന്ന ചില കോൺട്രിബ്യൂഷൻസ് പറഞ്ഞു. ഏറ്റവും അവസാനത്തെ ഖലീഫയുടെ കാലഘട്ടത്തിൽ എന്ത് പറ്റി? ഷിയ എന്നും സുന്നി എന്നും മുസ്ലിംസ് രണ്ടായി പിരിയാനുള്ള സമയം അവിടെ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഉമ്മായിദ് ഡൈനാസ്റ്റി, അബ്ബാസിദ് ഡൈനാസ്റ്റി അല്ലെ. അപ്പോൾ അവരൊക്കെ അവരുടെ ക്യാപിറ്റലുകൾ ഷിഫ്റ്റ് ചെയ്തു. അതെല്ലാം നമ്മൾ പഠിച്ചതാണ് അല്ലെ. ദമാസ്കസിലായിരുന്നു ആദ്യത്തെ ക്യാപിറ്റൽ. പിന്നീട് അതിനെന്ത് ചെയ്തു, ഈ പറയുന്ന ബാഗ്ദാദിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ക്യാപിറ്റലിന്റെ ഷിഫ്റ്റുകൾ മറന്നുപോയത് അല്ലെ. ഏറ്റവും ആദ്യമാണെങ്കിൽ മെക്ക, പിന്നെ മെദീന, പിന്നെയാണ് നമ്മൾ ഇമ്പോർട്ടൻറ്റ് സെന്റർ ആയിട്ട് പറയുന്നത് ദമാസ്കസും, അത് കഴിഞ്ഞിട്ട് ബാഗ്ദാദും ഒക്കെയാണ്. അപ്പോൾ ക്യാപിറ്റലിന്റെ ഷിഫ്റ്റുകൾ ഓർത്തുകൊള്ളുക. പിന്നെ അബ്ദ മാലിക്കിന്റെ കോൺട്രിബ്യൂഷൻസ് അല്ലെ, ഇസ്ലാമിന്റെ കൾച്ചർ, ഇസ്ലാമിന്റെ സിംബലുകൾ എല്ലാം കൊണ്ടുവന്ന അദ്ദേഹമാണ്.
അപ്പോൾ അവിടെ വന്ന പോയിന്റ്സ് അതെല്ലാം നന്നായിട്ട് പഠിക്കുക. ദവ എന്ന് പറയുന്നൊരു മൂവ്മെന്റ് നമ്മൾ പഠിച്ചിരുന്നു അല്ലെ, ഉമ്മൈദുകളും അതുപോലെ അബ്ബാസിദും തമ്മിലുണ്ടായ യുദ്ധം, ഒരു മൂവ്മെന്റ് അല്ലെ. അതിൽ ഉമ്മൈദിന്റെ അവസാനവും അബ്ബാസിദിന്റെ തുടക്കവും ഒക്കെ ആയിരുന്നു. അപ്പോൾ അവിടെ മർവാൻ എന്ന് പറയുന്ന ഉമ്മൈദ് അവസാനത്തെ ഖലീഫ അല്ലെ. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, അബൂ മുസ്ലിമിന്റെ കോൺട്രിബ്യൂഷൻ ഒക്കെ നമ്മൾ പഠിച്ചു. പിന്നെ ക്രൂസൈഡ്സിലേക്ക് വന്നു. ക്രൂസൈഡ്സ് അല്ലെ, ക്രൂസൈഡ്സ് ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്. അതിലുള്ള പേരുകളൊക്കെ എടുത്ത് പഠിക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് അഗ്രികൾച്ചറാണ്. അവരുടെ അഗ്രികൾച്ചറിന് വേണ്ടിയിട്ട് സ്റ്റേറ്റ് കൊണ്ടുവന്ന മാറ്റങ്ങൾ, അവരുടെ 2 തരം ടാക്സുകൾ, ഖരാജ് എന്ന് പറയുന്ന ടാക്സിനെ കുറിച്ച് പഠിച്ചു, അഷർ എന്ന് പറയുന്ന ടാക്സിനെ കുറിച്ച് പഠിച്ചു. അപ്പോൾ ആ ടേംസ് മറന്നു പോകാതിരിക്കുക. ഇന്ന് പഠിച്ചതാണെങ്കിൽ കുറേ ട്രേഡ് റൂട്ട്സ് ആണ്. ഓക്കെ, ഇഷ്ടം പോലെ ട്രേഡ് റൂട്ട്സിനെ കുറിച്ച് പറഞ്ഞു അല്ലെ. റെഡ് സീ, പേർഷ്യൻ ഗൾഫ്, അതുപോലെ തന്നെ ഇന്ത്യൻ ഓഷൻ, മെഡിറ്ററേനിയൻ സീ, പിന്നെ സിൽക്ക് റൂട്ട്, പിന്നെ സമർഖണ്ഡ് എന്ന് പറയുന്ന ഒരു ഏരിയ അല്ലെ, റഷ്യയുമായിട്ടുള്ള ട്രേഡ് റൂട്ട് കണ്ടക്ട് ചെയ്തിരുന്നത് അതുവഴിയാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറേ സ്പേസുകൾ നമ്മൾ അതിനകത്ത് പഠിച്ചു അല്ലേ. പിന്നെ അത് കഴിഞ്ഞിട്ട് അവരുടെ കോയിൻസ്, അവരുടെ എക്സ്ചേഞ്ചിനെ കുറിച്ച് നമ്മൾ മറ്റ് കുറച്ച് കാര്യങ്ങൾ ഇന്ന് എടുത്തത്. അപ്പോൾ എന്തായാലും അതുവരെ നിൽക്കട്ടെ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് എല്ലാം കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.